ആട്ടിൻ രക്തത്തിൽ എടുത്തതിനെ കഴിഞ്ഞ എല്ലാം സൂപ്പറാണ്. കർത്തൻ വരവിൽ നിന്നകി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ സ്വർപുരത്തിൽ വാസം ചെയ്യാൻ യോഗ്യ പാത്രമായി മാത്രമല്ല മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായ ആവശ്യങ്ങൾ മാത്രമല്ല ദൈവം ആത്മശുദ്ധി നൽകും. സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും ദൈവരാജ്യം പരിപാടിയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം. നീതിയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെയും ഉറവിടമാകുന്ന ദൈവരാജ്യം എല്ലാ പ്രഭാതത്തിലും കാണുവാൻ മറക്കരുത്. കൃത്യം 7 മണിക്ക് ദൈവരാജ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവികമായ വിടുതൽ പ്രാപിക്കുവാൻ, ദൈവവചനം പ്രാപിക്കുവാൻ, ഓരോ ദിവസത്തെയും ജീവിതത്തിന് ആവശ്യമായ തിരുവചനം എല്ലാ പ്രഭാതത്തിലും ദൈവരാജ്യം പരിപാടിയിലൂടെ ഏറ്റെടുത്ത് ഓരോ ദിവസവും ദൈവവചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ മറക്കാതെ കാണുക. എല്ലാ പ്രഭാതത്തിലും ദൈവരാജ്യം. ഇന്ന് പ്രഭാതത്തിലെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള തിരുവചനങ്ങളാണ്. അവർ കഫർന്നഹൂമിലെത്തിയപ്പോൾ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഊവോ എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ 4 ദ്രഹ്മയുടെ ഒരു നാണയം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. അനുഗ്രഹീതമായ ഒരു തിരുവചന ഭാഗം. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ചേർന്ന് കഫർന്നഹൂമിലെത്തിയപ്പോൾ ചില ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവരിൽ ചിലർ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ഗുരു കരം കൊടുക്കാറില്ലയോ? പത്രോസ് പറഞ്ഞു, എൻ്റെ ഗുരു കൊടുക്കും. യേശുവിനോട് ചോദിച്ചിട്ടല്ലായിരുന്നു പത്രോസ് ഈ ഉത്തരം പറഞ്ഞത്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ യേശു അവനോട് മുന്നിട്ട് ചോദിച്ചു, അല്ല പത്രോസ്, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ പിരിക്കുന്നത് പുത്രന്മാരോടാണോ അന്യന്മാരോടാണോ? പത്രോസ് പറഞ്ഞു, അന്യന്മാരോടാ. യേശു വീണ്ടും അവനോട് പറഞ്ഞു, നാം ഒഴിവുള്ളവരായിരിക്കാം, പക്ഷേ അവർ കിടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായിൽ 4 ദ്രഹ്മയുടെ ഒരു നാണയമുണ്ടാകും. അത് എനിക്കും നിനക്കും വേണ്ടി കരമായി കൊടുക്കുക എന്ന് പറഞ്ഞു. പത്രോസ് പോയി. അവൻ ചൂണ്ടലിട്ടു. ഒരു മത്സ്യത്തെ കിട്ടി. അതിൻ്റെ വായിൽ 4 ദ്രഹ്മയുടെ ഒരു കോയിൻ ഉണ്ടായിരുന്നു. ആ കോയിൻ എടുത്ത് യേശുവിനും പത്രോസിനും വേണ്ടി പത്രോസ് കരമായി കൊടുത്തു. അനുഗ്രഹീതമായ ഒരു സംഭവ ചരിത്രമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശു ചെയ്ത അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, കോടിക്കണക്കിന് മത്സ്യങ്ങൾ വസിക്കുന്ന കടലിൽ യേശു പത്രോസിനോട് പറയുകയാ, നീ പോയി ചൂണ്ടലിടുക. നീ ചൂണ്ടലിടുമ്പോൾ ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ 4 ദ്രഹ്മയുടെ ഒരു നാണയമുണ്ടാകും. അത് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കുക എന്ന്. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായവൻ, സകലത്തിൻ്റെയും ഉടമസ്ഥനായവൻ, അവൻ പത്രോസിനോട് പറയുകയാ, നീ പോയി കടലിൽ ചൂണ്ടലിടുക. കോടിക്കണക്കിന് മത്സ്യങ്ങൾ കടലിലുണ്ട് എങ്കിലും നീ ഇടുന്ന ചൂണ്ടലിൽ ആദ്യം കൊത്തുന്ന മത്സ്യത്തിന് ഒരു പ്രത്യേകതയുണ്ടാകും.
അതിൻ്റെ വായിൽ 4 ദ്രഹ്മയുടെ ഒരു നാണയം ഞാൻ നിക്ഷേപിച്ചിരിക്കും, നീ അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കരമായി കൊടുക്കുക എന്ന് പറഞ്ഞു. വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസിന് കരം കൊടുക്കേണ്ട തുക എവിടെയെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. നിയമപരമായി കെട്ടേണ്ട തുക എവിടെ നിന്ന് ലഭിക്കുമെന്ന് പത്രോസിന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ സകലത്തെയും സൃഷ്ടിച്ച, സർവത്തെയും പരിപാലിക്കുന്ന, സർവശക്തനും സർവജ്ഞാനിയുമായ സർവേശ്വരൻ അവൻ പത്രോസിനോട് ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു, നീ പോയി കടലിൽ ചെന്ന് ചൂണ്ടലിടുക, നിന്റെ ചൂണ്ടലിൽ ആദ്യം കൊത്തുന്ന മത്സ്യത്തിൻ്റെ വായിൽ നിനക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടാകും. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഭൗതികമായ മണ്ഡലത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമാ ദൈവിക പ്രവർത്തനം. പ്രൈസ് ദ ലോർഡ്. പത്രോസ് കടലിൽ ചെന്നു, ചൂണ്ടലിട്ടു. യേശു പറഞ്ഞ അതേ രീതിയിൽ ഒന്നാമത്തെ മത്സ്യത്തെ അവൻ എടുത്തു. അതിൻ്റെ വായ് തുറന്നപ്പോൾ ഇതാ 4 ദ്രഹ്മയുടെ ഒരു നാണയം. ആ നാണയം പത്രോസ് എടുത്തു, അത് കരം പിരിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തു. അത് രാജധാനിയിൽ പോയി അത് രാജാവിൻ്റെ ഭണ്ഡാരത്തിനകത്തേക്ക് എത്തിച്ചേർന്നു. അനുഗ്രഹീതമായ ഈ തിരുവചനം വായിച്ചപ്പോൾ ഒട്ടനവധി ആത്മീക ചിന്തകൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുവാനിടയായി. ഈ നാണയം കാലങ്ങൾക്ക് മുൻപ് ബോട്ടിൽ സഞ്ചരിച്ച ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് കടലിൽ വീണതാകാം. അത് വീണപാടെ ഒരു മത്സ്യം കൊത്തിയെടുത്തു. ആ കൊത്തിയെടുത്ത മത്സ്യം അത് വിഴുങ്ങുവാൻ ശ്രമിച്ചു. പക്ഷെ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ഈ നാണയത്തുട്ട് അകത്തേക്ക് പോയില്ല. അതതിൻ്റെ തൊണ്ടയിൽ ഉടക്കി നിന്നു. കാലങ്ങളായിട്ട് ഈ മത്സ്യത്തിന് സ്വസ്ഥതയില്ല. അതിന് വാ തുറക്കാൻ കഴിയുന്നില്ല, വായ അടയ്ക്കാൻ കഴിയുന്നില്ല. നല്ല ഒരു നാണയമെന്ന് കണ്ട് താൻ കൊത്തിയതാ. പക്ഷെ കൊത്തിയത് കൊത്തി. ഇപ്പോൾ കൊത്തിയ നാണയം പുറത്തേക്ക് ശ്രദ്ധിച്ച് കളയാനും കഴിയുന്നില്ല, വിഴുങ്ങാനും കഴിയുന്നില്ല. ആകെ ബുദ്ധിമുട്ടിയ ഒരു മത്സ്യം. ഇന്ന് അനേകരുടെയും സ്ഥിതി ഇതാ. നല്ലത് എന്ന് കണ്ട്, കോടികൾ ലാഭമുണ്ടാകുമെന്ന് കണ്ട് കൊത്തിയെടുത്ത പലതും ഇപ്പോൾ വിഴുങ്ങാനും കഴിയുന്നില്ല, ഛർദ്ദിക്കാനും കഴിയുന്നില്ല. ആകപ്പാടെ അസ്വസ്ഥത. ഈ മത്സ്യത്തെ പോലെ അതേ മണ്ഡലത്തിൽ ബുദ്ധിമുട്ടുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചാടിക്കൊത്തി, പക്ഷേ അതുകൊണ്ട് പ്രയോജനവുമില്ല, മുൻപോട്ട് പോകുവാനും കഴിയുന്നില്ല. ആകപ്പാടെ അസ്വസ്ഥത. എങ്ങനെ മുൻപോട്ട് പോകും? ആ മത്സ്യത്തിന്റെ നിലവിളി അടക്കം സ്വർഗത്തിലെത്തി. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇവിടെ ഇതാ നിലവിളിക്കുന്ന ഈ മത്സ്യത്തിന്റെ നിലവിളിയും അതിൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടാകണം. യേശു പത്രോസിനോട് പറയുകയാ, നീ കടലിൽ പോയി ചൂണ്ടലിടുക, ഈ മത്സ്യത്തിന്റെ വായിലുള്ള ഈ ദ്രഹ്മയെ നീ എടുക്കുക. പത്രോസ് പോയി ചൂണ്ടലിട്ടു, മത്സ്യത്തെ പിടിച്ചു. എല്ലാ പ്രാവശ്യവും പത്രോസ് ചൂണ്ടലിട്ട് മത്സ്യം പിടിക്കുമ്പോൾ ലക്ഷ്യം മത്സ്യമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചൂണ്ടലിടലിൽ ലക്ഷ്യം മത്സ്യമല്ല, മത്സ്യത്തിൻ്റെ അകത്തുള്ള ഈ നാണയത്തുട്ടാണ് പത്രോസിന്റെ ലക്ഷ്യം. പത്രോസ് ഈ മത്സ്യത്തെ കിട്ടിയപ്പോൾ, സാധാരണ മത്സ്യത്തിന്റെ വലുപ്പം പത്രോസ് നോക്കാറുണ്ട്. മത്സ്യത്തിന്റെ വലുപ്പം നോക്കിയിട്ട് പത്രോസിന്റെ മനസ്സും തൻ്റെ കൂടെയും നിറയാറുള്ളത്. എന്നാൽ ഇക്കുറി പത്രോസ് ചൂണ്ടലിട്ട് മത്സ്യം കൊത്തിയപ്പോൾ മത്സ്യത്തിന്റെ വലുപ്പം പത്രോസ് നോക്കിയില്ല. അത് വലുതാകട്ടെ ചെറുതാകട്ടെ പത്രോസിനത് വിഷയമല്ല. മറിച്ച് അവൻ ആദ്യമേ അതിൻ്റെ വായ് പിളർന്നു നോക്കി. അതിൻ്റെ വായിൽ കോയിനുണ്ടോ? 4 ദ്രഹ്മയുടെ ഒരു നാണയത്തുട്ട് അതിൻ്റെ വായിലുണ്ടോ എന്ന് അവൻ തുറന്നു നോക്കി.